നമസ്കാരം. സോഷ്യൽ മീഡിയയിലൂടെ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ നിയമപരമായ ചില വിധിവിലക്കുകൾ എനിക്കുണ്ട്. അതുകൊണ്ട് ഇനി പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും എനിക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്, നിയമപരമായ തടസ്സമുണ്ട്. എങ്കിലും ഞാൻ പറയുന്ന കാര്യങ്ങൾ വച്ച് ഏകദേശം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണമെന്നും നമുക്കൊക്കെയാണ് നാളെ ഇത്തരത്തിലൊരു അവസ്ഥ വരുന്നെങ്കിൽ ഒരു മറുഭാഗം കൂടി പറയാൻ ആരും ഉണ്ടാവില്ല എന്നും ഒക്കെ ചിന്തിച്ചുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കുക. ഞാൻ പറഞ്ഞു വരുന്നത് ഫിലിപ്പ് മമ്പാടിന്റെ വിഷയം തന്നെയാണ്. ഫിലിപ്പ് മമ്പാടിന്റെ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു വോയിസ് നോട്ട് വെച്ച് അത് ഏത് സന്ദർഭത്തിലാണ് അത്തരത്തിലൊരു വോയിസ് വന്നതെന്ന് അറിയില്ല. അത് സാധാരണഗതിയിൽ മറ്റേതെങ്കിലും ഒരു വനിതയോട് പറഞ്ഞതാണ് എന്നുണ്ടെങ്കിൽ ഫിലിപ്പ് മമ്പാട് സ്വാഭാവികമായിട്ടും കുറ്റക്കാരനായിട്ട് മാറാണ്. പക്ഷെ മറ്റു ചില സന്ദർഭങ്ങളുണ്ട്. നമ്മൾ മറ്റേതെങ്കിലും ഒരു സ്നേഹമുള്ള ഒരു വ്യക്തിയോട് അവർ തകർന്നിരിക്കുന്ന സമയത്ത് നിനക്ക് ഞാനുണ്ട്, നമ്മൾ കൂടെ ഉണ്ട് എന്നൊക്കെ രീതിയിലുള്ള സാന്ത്വന വാക്കുകൾ പറയാറുണ്ട്. അപ്പൊ അത്തരത്തിൽ ഒരു വർത്തമാനം പറഞ്ഞു പോകുന്നതാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമാണ്. ഇപ്പൊ ഇന്നലെ വൈകിട്ട് 9 മണി കഴിഞ്ഞപ്പോൾ പെരുമ്പാവൂരിൽ നിന്ന് ഒരാൾ വിളിച്ചിരുന്നു. ഒരു പ്രോസിക്യൂട്ടർ, നോട്ടറിയൊക്കെയാണ്, ഒരു വക്കീലാണ്. അപ്പൊ ആ നിലയിൽ ഞങ്ങൾ ഏകദേശം 2 മണിക്കൂറോളം സംസാരിക്കേണ്ടി വന്നു. അദ്ദേഹത്തിന് ചില മാനസിക പ്രയാസങ്ങൾ അല്ലെങ്കിൽ അതുപോലെ മറ്റു ചില കാര്യങ്ങളൊക്കെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ആ 2 മണിക്കൂർ സംസാരിച്ച ഭാഗങ്ങളിൽ നിന്ന് ചില ഭാഗങ്ങൾ വേണമെങ്കിൽ അടർത്തി എടുത്തുകൊണ്ട് എനിക്കെതിരെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെയോ ഒക്കെ നമുക്ക് അവതരിപ്പിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അത്തരത്തിൽ ഒരു വോയിസ് നോട്ടാണ് എന്നുണ്ടെങ്കിൽ, കുട്ടികളോട് ആരോടെങ്കിലും പറഞ്ഞതാണ് എന്നുണ്ടെങ്കിൽ അതിനെ ഒരു വ്യഭിചാര വോയിസ് നോട്ടായിട്ട് പറയാൻ കഴിയില്ല എന്ന് ഞാൻ പറയട്ടെ. പിന്നെ ചില കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ചില സാധ്യതകൾ പറയാം. ഇതിപ്പോ ഈ ഇരയുടെ കാര്യത്തിൽ എങ്ങനെയാണെന്ന് അറിയില്ല, അതുകൊണ്ട് ആ ഇരയുടെ വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഞാൻ ഫാൾസ് മെമ്മറി സിൻഡ്രോം എന്ന ഒരു വിഷയത്തെക്കുറിച്ച് 2 വീഡിയോകൾ വളരെ വിശദമായി ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിന് തൊട്ട് മുമ്പ് ആ വീഡിയോകൾ നിങ്ങൾ പോയി കാണുക. ഫിലിപ്പ് മമ്പാടിനെ എനിക്കറിയാം. 2020 അദ്ദേഹത്തിന്റെ വേണ്ടിയിട്ട് മറ്റു ചിലർക്ക് വേണ്ടിയിട്ടും പിന്നെ അദ്ദേഹത്തിന് തന്നെ മാനസികമായ ചില പ്രയാസങ്ങൾക്ക് ഉള്ളത് കൊണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് പോയ ഒരു വ്യക്തിയാണ്, ഒരു കൗൺസിലർ എന്ന നിലയിൽ പോയ ഒരു വ്യക്തിയാണ്. പിന്നെ ഏതൊരു കുടുംബത്തിലും അസ്വാരസ്യങ്ങൾ ഉണ്ടാവും, അതെല്ലാവരും കുടുംബത്തിലും ഉണ്ടാവും, എന്റെ കുടുംബത്തിലും ഉണ്ടാകാറുണ്ട്. എല്ലാവരും പുണ്യാളച്ചന്മാരൊന്നുമല്ല. അത്തരത്തിലുള്ള അസ്വാരസ്യങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടാകുന്ന സമയത്ത് ഉചിതമായ ആൾക്കാരെ കണ്ടെത്തി അവർ അത് സംസാരിച്ച് പരിഹരിച്ചു പോകും. അങ്ങനെയാണ്. പ്രത്യേകിച്ച് മതവിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ട് കൂടെയുള്ള ഇണ മറ്റേതെങ്കിലും ഒരു വിശ്വാസ വിഭാഗത്തിലേക്ക് പോയാലും, ഇപ്പൊ ഞാനൊരു മുസ്ലിം വിഭാഗമാണ്, കൂടുതൽ എന്റെ വൈഫ് ഒരു ഹിന്ദു വിഭാഗത്തിലേക്കോ ക്രിസ്ത്യൻ വിഭാഗത്തിലേക്ക് പോകുമ്പോഴുള്ള എനിക്കൊരു പക്ഷേ പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ സാമുദായികമായിട്ട് വരുന്ന ചില പ്രശ്നങ്ങൾ, അതിനെ നേരിടേണ്ടി വരുന്ന മറ്റു വാക്കുകൾ, പ്രവൃത്തികൾ, നമ്മുടെ കുടുംബക്കാരിൽ നിന്നുണ്ടാകുന്ന ശകാര വർഷങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് മാനസികമായി നമ്മൾ 2 കൂട്ടരും തകരാം. ഇതൊക്കെ എല്ലാ ഇടത്തും ഉണ്ടാകുന്നതാണ്. അത് ഈ രംഗത്ത് മാത്രമല്ല, കച്ചവട രംഗത്തും മറ്റു രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും എല്ലാ രംഗത്തും ഉണ്ട്. തൊഴിൽ രംഗത്ത് പോലും ഇത്തരത്തിലുണ്ട്. അപ്പൊ ആ ഒരു സന്ദർഭത്തിൽ ഒരു കൗൺസിലറുടെ കഴിവുണ്ടെന്ന് നമുക്ക് തോന്നുന്ന ഒരു കൗൺസിലറുടെ സഹായം തേടുക എന്നുള്ളത് എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു സഹായം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഞാനൊരു ഫാമിലി കൗൺസിലറാണ് എന്ന് കരുതിയിട്ട് എനിക്കത് നേരിടാൻ കഴിയില്ല. അതിന് മറ്റൊരാളുടെ സഹായം വേണം. ചിലരൊക്കെ പറയാറുണ്ട്, അയാൾ വലിയ മോട്ടിവേഷൻ സ്പീക്കറാണ്, അയാൾ വലിയ എന്തൊക്കെയോ ആണ്, എന്നിട്ട് ആദ്യം അയാളുടെ കുടുംബം നന്നാക്കണ്ടേ, ആദ്യം അയാളുടെ ഇത് നന്നാക്കണ്ടേ, എന്നിട്ട് ബാക്കിയുള്ളവർ നന്നാക്കിയാൽ പോരെ. എന്നാൽ നടക്കില്ല. അതൊരിക്കലും നടക്കാത്തത്, ലോകത്ത് എവിടെയും നടക്കാത്ത കാര്യമാണ്. നമുക്ക് മറ്റൊരാളുടെ പ്രശ്നം പരിഹരിക്കാൻ ചിലപ്പോൾ കഴിയും. നമ്മുടെ പ്രശ്നം പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇണയോട് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. നമ്മുടെ ഇണയോട് നമ്മൾ പറയുമ്പോൾ അത് നമ്മൾ വിജയിക്കാൻ വേണ്ടി പറയുന്നതേ അതിന് തോന്നുള്ളൂ. അത് നമ്മളോട് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ തോന്നുള്ളൂ. നേരെ മറിച്ച് ഒരു തേർഡ് പാർട്ടി നമ്മളോട് പറയുമ്പോൾ നമ്മൾ രണ്ടുപേരും അക്സെപ്റ്റ് ചെയ്യുന്ന അതുകൊണ്ടാണ്. അപ്പൊ ആ നിലയിൽ മറ്റുള്ളവരുടെ ഒരു വിഷയം വരുന്ന സമയത്ത് നമ്മൾ ചെന്ന് പറഞ്ഞാൽ, അവർ എത്ര വലിയ മോട്ടിവേറ്റർ ആയാലും, എത്ര വലിയ ട്രെയിനർ ആയാലും, എത്ര വലിയ സൈക്കോളജിസ്റ്റ് ആയാലും, ആര് തന്നെ ആയിരുന്നാലും അവർ നമ്മൾ പറയുന്നത് കേൾക്കും. ഇപ്പോൾ ഒരു ഡോക്ടർ, ആ ഡോക്ടർക്ക് എന്തെങ്കിലും ഒരു രോഗം വന്നാൽ ഹോസ്പിറ്റൽ ചെയ്ത് കഴിഞ്ഞാൽ, ഞാനൊരു പേര് കേട്ട ഡോക്ടറാണ്, അതുകൊണ്ട് ഞാൻ തന്നെ എന്നെ ചികിത്സിക്കുമെന്ന് ആരെങ്കിലും പറയാറുണ്ടോ? അവിടെ മറ്റേതെങ്കിലും ഡോക്ടർമാരും മറ്റു ഫിസിഷ്യന്മാരും നഴ്സുമാരും ഒക്കെയാണ് അദ്ദേഹത്തെ പരിചരിക്കുന്നത്. അത് സ്വാഭാവികം. ഇപ്പോൾ ഒരു വക്കീൽ ഒരു പ്രതിസ്ഥാനത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ വക്കീൽ തന്നെ ഞാൻ സ്വയം ബാധിക്കുമെന്ന് പറയാറുണ്ടോ? ഇല്ല. അതിന് ഒരല്പം കൂടി കാര്യപ്രാപ്തി ഉണ്ടെന്ന് തോന്നുന്ന മറ്റൊരാളെ ഏൽപ്പിക്കുകയാണ് പതിവ്. എന്നിട്ട് അദ്ദേഹത്തിന് എല്ലാ വിവരങ്ങളും ഹാൻഡ് ഓവർ ചെയ്യും. അദ്ദേഹം അതിന്റെ കാര്യങ്ങൾ നോക്കിയിട്ട് കൈകാര്യം ചെയ്യും. ഇവിടെ ഫിലിപ്പ് മമ്പാടും അത്തരത്തിലുള്ള ചില സന്ദർഭങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട്. പിന്നെ സമൂഹത്തിൽ നടക്കുന്ന ചില കാര്യങ്ങൾ, ഞാൻ എൻ്റെ ഒരു ഉദാഹരണം പറയാം. ഒരു ദിവസം എൻ്റെ സെന്ററിലേക്ക് ഒരു കുട്ടി, ഒരു 19 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ കൊണ്ട് രക്ഷിതാക്കൾ, മാതാപിതാക്കള്, അതിന്റെ ജ്യേഷ്ഠത്തിയുടെ 2 കുട്ടികൾ, അത്ര പേര് കൂടി വന്നു. എൻ്റെ അനിയത്തിയുണ്ട്. അപ്പോ ഈ കുട്ടി വന്നപ്പോ എന്താ, വിവാഹം കഴിച്ചിട്ട് 3ാമത്തെ ദിവസം ഡിവോഴ്സ് ആയതാണ്. 3ാമത്തെ ദിവസം വീട്ടിൽ കൊണ്ടാക്കി ഇത് ഡിവോഴ്സ് ആയതാണ്. കാരണം അതിന് ഒരു 19 വയസ്സായെന്നുണ്ടെങ്കിലും ഔട്ട്പുട്ട്, പുറത്തേക്ക് വരുന്ന സംസാരം എന്ന് പറയുന്നത് കുറവായിരുന്നു. അപ്പൊ എനിക്കത് മനസ്സിലായി. സാധാരണ നമ്മൾ പറയുന്ന ഒരു മെന്റൽ ഡിസോർഡർ ഒന്നും അല്ലത്. അതായത് പ്രായം, തടിയും വണ്ണം ഉണ്ട്,
അല്ലെങ്കിൽ 19 വയസ്സുണ്ട്, പക്ഷെ മനസ്സ് 8-9 ഉള്ളൂ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അത്തരം അവസ്ഥയല്ലാതെ എനിക്ക് എളുപ്പത്തിൽ മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ എക്സാം ചെയ്തു. പിന്നീട് ട്രീറ്റ്മെന്റ് തുടങ്ങി. ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ കൗൺസിലിംഗ് ആണ് പറയുന്നത്. ഏകദേശം 1 വർഷക്കാലം അങ്ങനെ പോയി. ഇതിനിടയിൽ അതിന്റെ മാതാവ് മരിച്ചു, ക്യാൻസർ ആയിരുന്നു, മരണപ്പെട്ടു. പിന്നെ പിതാവ് മാത്രമേ ഉള്ളൂ. പിന്നെ അതിന്റെ സാമ്പത്തിക നിലയും മറ്റു കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഫീസ് വാങ്ങാതെ, അതായത് 1-2 ഫീസ് മാത്രമേ ഞാൻ വാങ്ങിയിട്ടുള്ളൂ എന്നാണ് എന്റെ ഓർമ്മ. പിന്നെ ഞാൻ വാങ്ങിയിട്ടില്ല, കാരണം അവർക്ക് അത് കഴിയില്ല. അവർ വരുന്നത് തന്നെ അത്രയും പണം മുടക്കിയാണ് വരുന്നത്. അപ്പോൾ വണ്ടിക്കൂലി അങ്ങോട്ട് കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് നമ്മളത് കൈകാര്യം. ചില കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യേണ്ടി വരും. ഫിലിപ്പ് മമ്പാടും അങ്ങനെ തന്നെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്ന ചില സന്ദർഭങ്ങളിലൊക്കെ എനിക്ക് ബോധ്യമുള്ളതാണ്. അദ്ദേഹത്തിന്റെ ഇന്നത്തെ ഈ അവസ്ഥയിൽ അദ്ദേഹം തെറ്റുകാരനോ അല്ലയോ എന്ന് എനിക്കറിയില്ല. തെറ്റുകാരനാണെങ്കിൽ അദ്ദേഹത്തെ ശിക്ഷിക്കുക തന്നെ വേണം. പക്ഷെ മറുവശം കൂടി നമ്മൾ സംസാരിക്കണം. ഒരിക്കലും നമ്മൾ ഏകപക്ഷീയമായി സംസാരിക്കാൻ പാടില്ല എന്നതുകൊണ്ട് ഞാൻ എന്റെ സാധ്യതകൾ പറയുന്നതാണ് എന്റെ അനുഭവത്തിൽ നിന്ന്. അപ്പോൾ ഇത്തരത്തിൽ ആ കുട്ടിയെ ക്രമാനുഗതമായിട്ട്, അതായത് സാധാരണക്കാരായ കുട്ടി പച്ചവെള്ളം, നേരത്തെ എന്റെ വീട്ടിൽ പറഞ്ഞ പോലെ പച്ചവെള്ളം കൊടുത്തിട്ട് ചവച്ചു കുടിക്കണമെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് പച്ചവെള്ളം ചവച്ചു കുടിക്കണം ചോദിക്കാത്ത, ചവച്ച് തന്നെ കുടിക്കുന്ന അത്രത്തോളം പച്ച സാധുക്കൾ ഈ സമൂഹത്തിൽ ഇന്നുമുണ്ട്. അപ്പോൾ ആ ഒരു സമൂഹത്തിൽ അവരാണ് പറഞ്ഞത് ഇന്ന ആളെടുത്ത് കൊണ്ടുപോയാൽ ശരിയാവും എന്ന് കരുതിയിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ പറയുകയാണ്, നിങ്ങൾ പോയി വരാൻ കുറച്ച് പ്രയാസമല്ലേ, കുട്ടി എന്റെ വീട്ടിൽ നിന്നോട്ടെ, ഞാൻ കുറച്ച് ദിവസം നിന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയുകയാണെങ്കിൽ വീട്ടിലാക്കിയിട്ട് പോകും. അങ്ങനത്തെ ഒരു കുടുംബമാണ്. അപ്പൊ ഈ മാതാവ് മരണപ്പെട്ടു, പിതാവിനേ ഉള്ളൂ. പിതാവിനും കുറച്ച് സുഖമില്ലാത്തൊരവസ്ഥയുണ്ട്. ആ അവസ്ഥയിൽ അവര് വല്ലപ്പോഴും ഒരിക്കലൊക്കെ വന്നു, ആ ട്രീറ്റ്മെന്റ് കൊടുത്തു. പിന്നീട് ഏതാണ്ട് 1 വർഷം കഴിഞ്ഞു, 1.5 വർഷത്തോളം ആകുന്ന സമയത്ത് 1 വർഷത്തോളം ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞു പഴയതുപോലെ നമ്മളെ പോലെ തന്നെ ഒരു വ്യക്തിയായി മാറി. ഏതാണ്ട് ഒരു 6 മാസത്തിനുള്ളിൽ കുട്ടീന്റെ വിവാഹമായി. സാധാരണഗതിയിൽ നമ്മൾ വിവാഹം ആരുടെയും വിവാഹത്തിന് പോകാറില്ല. അതായത് നമ്മുടെ ക്ലയന്റ് കൗൺസിലിംഗ് എന്നാണ് നമ്മൾ പറയാം. അങ്ങനെ ആരുടെയെങ്കിലും വിഷയങ്ങൾ നമ്മൾ സോൾവ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ വന്നു പോയി, ആ പോകുന്ന സമയത്ത് എഴുതി വെക്കും. ആ പടി ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു ഓർമ്മയും നമ്മൾ അവരെ കുറിച്ച് സൂക്ഷിക്കാറില്ല. എവിടെ വെച്ച് കണ്ടാലും നമുക്ക് അറിയത്തുമില്ല. ആ ഒരു അവസ്ഥയിൽ ഇതിനെ പക്ഷേ നമ്മളൊരു മകളെ പോലെ അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ട ഒരാളെ പോലെ നമ്മൾ പരിചരിച്ചത് കൊണ്ട്, അതിനെ കൊണ്ടുവന്നത് കൊണ്ട് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായി സ്വാഭാവികമായിട്ടും. അപ്പൊ കല്യാണത്തിന് ഞാൻ വേണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. കല്യാണത്തിന് ഞാൻ പോയി. പിതാവും മറ്റുള്ളവരുണ്ടായിരുന്നു. അവർക്ക് അന്തം വിട്ടു. കാര്യം ഒരു അപരിചിതനായ ഒരാൾ വരുന്നു, അവരോട് ചേർന്ന് നിൽക്കുന്നു, അതിന് എന്തൊക്കെ കൊടുക്കുന്നു, അതെല്ലാം കഴിയുന്നു, ഭക്ഷണം കഴിക്കുന്നു, പോരുന്നു. ആ ഒരു ബന്ധം, അത്തരത്തിലുള്ള സ്നേഹബന്ധം ചില ഇടങ്ങളിലൊക്കെ ഉണ്ടാകാറുണ്ട്. ചിലയിടങ്ങളിൽ മാതാപിതാക്കൾ തന്നെ ഈ കുട്ടികൾക്ക് ഉണ്ടാകാറില്ല. ചിലപ്പോൾ ഈ മാതാപിതാക്കൾ സെപ്പറേറ്റഡ് ആയിട്ട്, പിതാവ് വേറെ വിവാഹം കഴിച്ച് പോയിട്ടുണ്ടാവും, മാതാവ് മറ്റെവിടെയെങ്കിലും പണിക്ക് നിൽക്കുന്നുണ്ടാവും. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ സന്ദർഭത്തിൽ സാധാരണഗതിയിൽ അവിടെ മുത്തശ്ശനോടും മുത്തശ്ശിയോടും ഒപ്പമാണ് ഇവർ നിൽക്കുക. ഈ മുത്തശ്ശനും മുത്തശ്ശിയും ഒരുപക്ഷെ അതിനുള്ള പ്രാപ്തിയാക്കണമെന്നില്ല. അതേസമയം തന്നെ വലിയ എന്തൂസിയാസ്റ്റോ അതുപോലെ എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള കുട്ടികൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾ, അല്ലെങ്കിൽ കൂടുതൽ ആക്റ്റീവ് ആയിട്ടുള്ള ട്രാവലൊക്കെ ചെയ്യണമെന്നും ആ രീതിയിൽ ചിലപ്പോൾ ചില കേസുകളിൽ പോലും ചാടിപ്പോകുന്ന കുട്ടികളുണ്ട്. മറ്റാരെങ്കിലും ഒക്കെ ഒന്ന് വിളിച്ച് ഇറങ്ങിപ്പോകുന്ന കുട്ടികളുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ഈ മാതാപിതാക്കൾക്ക്, ഈ വയസ്സായ വൃദ്ധ മുത്തശ്ശനും മുത്തശ്ശിക്കും ഇവരെ നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യങ്ങൾ വരും. അത്തരത്തിൽ അവർ വിശ്വാസമുള്ള ഏതെങ്കിലും സ്ഥാപനത്തെയോ അല്ലെങ്കിൽ ആളുകളെയോ ഏൽപ്പിക്കൽ ഈ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. അതിനെ നമ്മൾ അതങ്ങനെ എടുക്കാൻ പാടുണ്ടോ കൊടുക്കാൻ പാടുണ്ടോ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഫിലിപ്പ് മമ്പാടിന്റെ ഒരു സ്വഭാവം ഞാനെന്ന് പറയാം. അദ്ദേഹം സാധാരണത്തിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും കുട്ടികളെ മാനേജ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നാൽ അദ്ദേഹം അത് ഏറ്റെടുക്കുന്ന ഒരു സ്വഭാവം, അത് ഈ ടൈപ്പ് 2 ഹെൽപ്പേഴ്സ് എന്നാണ് പറയാം. അവനവന് വേണ്ടിയിട്ട് അവിലെടുക്കില്ല, ആരാന് വേണ്ടിയിട്ട് ഇരുമ്പിടിക്കും എന്ന് പറയുന്ന ഒരു വിഭാഗമാണ്. അത് ആ ഒരു സ്വഭാവത്തിന്റെ പ്രത്യേകതയാണ്. ആ ഹെൽപ്പേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന്റെ അതിന്റെ സൈക്കോളജിക്കൽ വീഡിയോസ് ഞാൻ എന്റെ ചാനലിലെ പല ഭാഗത്തും ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ പോയി കണ്ടു നോക്കൂ. അപ്പൊ ആ ഒരു വിഭാഗമാണ് ഈ ഫിലിപ്പ് മമ്പാട് എന്ന് അദ്ദേഹത്തെ കണ്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നേരിട്ട് കണ്ട് ഞങ്ങൾ സംസാരിച്ചതാണ്. എന്നെ അദ്ദേഹത്തിന് അറിയുകയും ചെയ്യാം, എനിക്ക് അദ്ദേഹത്തെയും അറിയാം. അപ്പൊ അതുകൊണ്ട് വളരെ വ്യക്തമായി അറിയാവുന്ന ഒരു ഹെൽപ്പർ കാറ്റഗറി ആയതുകൊണ്ട് ഇത്തരത്തിൽ ഏതെങ്കിലും കുട്ടികളെ ഒക്കെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ, നമ്മൾ നോക്കിക്കൊള്ളാം എന്ന് കരുതിയിട്ട് ഇങ്ങനെ ചാടിപ്പോകുന്ന കുട്ടികളോ മോശം വഴിയിലേക്ക് പോകാൻ സാധ്യതയുള്ള കുട്ടികളോ ആണെന്നുണ്ടെങ്കിൽ, രക്ഷിതാക്കൾക്ക് മാനേജ് ചെയ്യാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ രക്ഷിതാക്കൾ ഇല്ല എന്നുണ്ടെങ്കിൽ, അവിടെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും കഴിവില്ലാത്തവരാണ്, സാധുക്കളാണെന്നുണ്ടെങ്കിൽ അവിടെ സ്വാഭാവികമായിട്ടും ഒരു പൊതു കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരാളെന്ന നിലയിൽ ഈ ഇദ്ദേഹത്തിന്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ അത്തരത്തിൽ കുട്ടികളെ അത് ക്ലാസ് എടുക്കുന്ന ഇടങ്ങളിലൊക്കെ കൂടെ കൊണ്ടുപോകാറുണ്ട്. തന്റെ കുട്ടിയാണ് എന്ന് പരിചയപ്പെടുത്താറുണ്ട്. അങ്ങനെ ചില ക്ലാസ്സുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ചിലരെയൊക്കെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്വഭാവം ഇദ്ദേഹത്തിന് ഉള്ളത് കൊണ്ട് അതിൽ വല്ലതും ഈ പെൺകുട്ടി പെട്ടുപോയിട്ടുണ്ടോ എന്ന് എന്റെ സംശയമാണ്. എന്റെ സംശയമാണ്. എനിക്കറിയില്ല. കാരണം ആ കുട്ടിയെ ഞാൻ അറിയില്ല, അവരുടെ കുടുംബത്തെ ഞാൻ അറിയില്ല, അവരെ കുറിച്ച് ഒന്നും അറിയില്ല. എനിക്ക് ആകെ അറിയാവുന്നത് ഫിലിപ്പ് മമ്പാടിനെയാണ്. ഫിലിപ്പ് മമ്പാട് എന്ന ഒരു വ്യക്തി ഒരു മോട്ടിവേഷൻ സ്പീക്കർ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു കൗൺസിലർ എന്ന നിലയിൽ അത് ഒരു കാര്യം കൂടെ പറയാനുണ്ട്.
ഇവിടെ ആരൊക്കെ പ്രചരിപ്പിക്കുന്നത് കണ്ടു. ഫിലിപ്പ് അമ്പാട് കൗൺസിലിങ്ങിന് യാതൊരു യോഗ്യതയും ഇല്ലാത്ത ആളാണ്, അത്തരത്തിലുള്ള യാതൊരു സർട്ടിഫിക്കറ്റും ഇല്ലാത്ത ആളാണ്, അത് വിവരക്കേടാണ്, അത് കൗൺസിലിങ്ങിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു മേഖലയെ കുറിച്ച് അറിയാത്തവരാണ് ആ ഡയലോഗ് അടിക്കുന്നത്. കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും സംസാരിക്കുകയാണെന്ന്, നിങ്ങളുടെ വിഷമങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് കേട്ടിരിക്കുന്ന പരിപാടി മാത്രമാണ്. കേട്ട് കഴിഞ്ഞ ശേഷം നിങ്ങളിൽ തന്നെ സൊല്യൂഷൻ ഉണ്ടാവും. എടാ അത് ചെയ്തൂടെ, അല്ലെങ്കിൽ കുട്ടിയെ അത് ചെയ്തൂടെ, ഇങ്ങനെ ചെയ്താൽ അത് പരിഹാരം ആവൂലേ എന്ന് തിരിച്ചു ചോദിക്കും. അത് ചെയ്യുന്നതോടെ അവരെ പരിഹാരമായി. ഇത്തരത്തിൽ പരസ്പരം കാര്യങ്ങൾ സംസാരിക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ നമ്മുടെ വിഷമതകൾ ഇറക്കി വെക്കുന്നതിനെയാണ്, അതിനെ ഒരു പരിഹാരങ്ങൾ വാക്കാൽ നിർദ്ദേശം കൊടുക്കുന്നതാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. അതിന് അക്കാഡമിക് ക്വാളിഫിക്കേഷൻ എവിടെയും ഇല്ല. അക്കാഡമിക് ക്വാളിഫിക്കേഷൻ കൊണ്ട് ചെയ്യേണ്ട ഒരു കാര്യവുമല്ല. ഇവിടെ പറയുന്നുണ്ട് MSc സൈക്കോളജി എന്ന് പറയുന്ന ഒരു വിഷയം പഠിച്ചിട്ടാണ് ഇത്തരത്തിൽ, അത് വേറൊരു വിഷയമാണെങ്കിൽ ഇവിടെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. MSc സൈക്കോളജി പഠിച്ചതിന് ശേഷം കൗൺസിലിംഗ് പോകുന്നു. MSc സൈക്കോളജി കൗൺസിലിംഗിന് പഠിക്കുന്ന കോഴ്സ് അല്ല, ആദ്യം അത് മനസ്സിലാക്കണം. കൗൺസിലിംഗ് എന്ന് പറയുന്നത് കാൾ റോജേഴ്സിന്റെ റൊജേറിയൻ തിയറിയാണ്. MSc സൈക്കോളജി എന്ന് പറഞ്ഞാൽ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറിയാണ്. രണ്ടും രണ്ടാണ്, ഒന്ന് വടക്കോട്ടാണെങ്കിൽ ഒന്ന് തെക്കോട്ടാണ്. അതുകൊണ്ട് തന്നെ കൗൺസിലിംഗ് എന്നതിന് ഇവിടെ അംഗീകാരമുള്ള ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ കൗൺസിലിംഗ് കോഴ്സ് അല്ലെങ്കിൽ കൗൺസിലിംഗ് വിഷയങ്ങളൊന്നും പഠിച്ചിരുന്നാൽ മതി. ഇനി ഒന്നുമില്ല എന്നുണ്ടെങ്കിലും ഏത് അധ്യാപകനും ഏത് പോലീസുകാരനും ആർക്കും ആരെയും കൗൺസിലിംഗ് ചെയ്യാം. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ ക്ഷമാപൂർവ്വം കേട്ട് അവരുടെ രഹസ്യങ്ങൾ സൂക്ഷിക്കാനുള്ള ഒരു മനസ്സും, അതുപോലെ തന്നെ അവർക്ക് സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു തിരിച്ചറിവും ബോധവും, പിന്നെ അവർക്ക് എന്തെങ്കിലും വിധത്തിലുള്ള ഡിസോർഡേഴ്സ്, ഇപ്പൊ മൂഡ് ഡിസോർഡറോ ബൈപ്പോളർ ഡിസോർഡറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തിരിച്ചറിഞ്ഞ് സൈക്കാട്രിസ്റ്റിന്റെ അടുത്തേക്കോ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിന്റെ അടുത്തേക്കോ പറഞ്ഞു വിടാനുള്ള ഒരു അറിവും ഈ തിരിച്ചറിവും ബോധമുള്ള ഏതൊരു വ്യക്തിക്കും കൗൺസിലിംഗ് ചെയ്യാൻ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് ഫിലിപ്പ് അമ്പാടിന് സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന് പറയുന്ന വാദം നിലനിൽക്കുന്നതല്ല. ഇവിടെ അത്തരത്തിൽ കൗൺസിലിംഗിന് വേണ്ടിയിട്ട് ഇന്ത്യയിൽ എവിടെയും ഒരു കോഴ്സ് ഇല്ല, അത് ആദ്യം മനസ്സിലാക്കുക. പിന്നെ നമ്മൾ മനസ്സിലാക്കുന്നു BSS, JSS, MSW അതുപോലെ മറ്റിതൊക്കെ സോഷ്യൽ വർക്കാണ്, കൗൺസിലിംഗ് അല്ല. കൗൺസിലിംഗ് വേണ്ടിയിട്ടാണെന്ന് ആരും കരുതരുത്. അതുകൊണ്ട് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ആ പീസ് ഓഫ് പേപ്പർ ഉള്ള ഒരു കൗൺസിലർ ഇന്ത്യയിൽ ആരും തന്നെ ഇല്ല എന്ന് മനസ്സിലാക്കുക. പിന്നെ ഞങ്ങളൊക്കെ നടത്തുമ്പോൾ ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് സൈക്കോളജി എന്നും അതുപോലെ PG ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് സൈക്കോളജി എന്നൊക്കെ ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കോഴ്സ് കഴിയുന്നവർക്ക് കൊടുക്കാറുണ്ട്. അതൊക്കെ കൗൺസിലിംഗ് ചെയ്യുന്നു ചോദിച്ചാൽ കൗൺസിലിംഗ് ചെയ്യാൻ അവർക്ക് സാധിക്കും, കഴിവുള്ളതുകൊണ്ട് അവർ കൗൺസിലിംഗ് ചെയ്യുന്നു. കൗൺസിലിംഗ് ചെയ്യാൻ വേണ്ടി ഒരു സർട്ടിഫിക്കറ്റിന്റെ കാര്യമാണ് ഇല്ല എന്ന് പറയുന്നത്. ആ കാര്യത്തിൽ ഫിലിപ്പ് അമ്പാടിനെ വെറുതെ വിടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് വരാം. ഇത്തരത്തിൽ ഫിലിപ്പ് അമ്പാട് പല കുട്ടികളെയും സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് പല ക്ലാസ്സുകളിൽ കൊണ്ടുപോവുകയും കൂടെ താമസിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊന്നും ഒരു മിസ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അത്തരത്തിലുള്ള പരാതികളോ മറ്റോ ഒന്നും ഇതുവരെ വന്നതായി കണ്ടിട്ടില്ല. പിന്നെ ഫിലിപ്പ് അമ്പാടിനെ കുറ്റം പറയാൻ ഇഷ്ടം പോലെ ഉണ്ട്. അത് ഫിലിപ്പ് അമ്പാട് ആയതുകൊണ്ടല്ല. ഏതൊരു വ്യക്തിയും എല്ലായ്പ്പോഴും നല്ലവനായിക്കൊള്ളണമെന്നൊന്നുമില്ല. ഇപ്പൊ ഓരോ വ്യക്തിക്കും ഒരു പഴയ കാലം ഉണ്ടാകും. ആ പഴയ കാലത്തിൽ ഒരുപക്ഷെ മഹാ കച്ചറയായിട്ട് നടന്നിട്ടുണ്ടാവും. അത്തരത്തിൽ കച്ചറകളോ വഴക്കാളികളോ ആയിട്ട് നടക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഫാമിലി ഇഷ്യൂസും ഉണ്ടാവും. അത്തരത്തിൽ കുടുംബ പ്രശ്നങ്ങളുണ്ടാവും. ഭാര്യ ചിലപ്പോൾ പിണങ്ങിപ്പോയെന്ന് വരാം, അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ടുപോയിട്ട് വരാം, കുട്ടികൾ ചിലപ്പോൾ മറ്റെന്തെങ്കിലും ചെന്ന് പെട്ടു എന്ന് വരാം. അതൊക്കെ ആ സാഹചര്യമാണ്. പക്ഷെ അതിൽ നിന്ന് തിരിച്ചറിവും ബോധവും വന്ന ശേഷം ആ കുടുംബം പിന്നെ വീണ്ടും ഐക്യപ്പെട്ട ശേഷം ഇതൊന്നും അറിയാത്ത ആൾക്കാർ ആ ഫിലിപ്പ് അമ്പാട് അങ്ങനെയാണ്, ആ ഭാര്യ പിണങ്ങിപ്പോയിട്ടുണ്ട്, അല്ലെങ്കിൽ മകൾ അങ്ങനെയാണ്, അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്നത് ശരിയായ ഒരു രീതിയല്ല. കാരണം എന്നും എക്കാലവും എല്ലാവരും ഒരുപോലെയല്ല. പണ്ടൊക്കെ ഫിലിപ്പ് അമ്പാട് കള്ളു കുടിക്കുന്ന ഒരാളാണെന്ന് ഫിലിപ്പ് അമ്പാട് തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്ന് അദ്ദേഹം അത് ചെയ്യുന്നില്ല. അന്ന് അദ്ദേഹത്തിന് ഒരുപാട് തെറ്റുകൾ അല്ലെങ്കിൽ ഒരുപാട് വഴിവിട്ട മാർഗങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഫിലിപ്പ് അമ്പാട് ഇന്ന് ഇത്തരത്തിലുള്ള ഒരു മോട്ടിവേഷൻ സ്പീക്കറും അല്ലെങ്കിൽ ഈ വിധത്തിലാകുന്നത് എന്ന് പറയുമ്പോൾ അതും കൂടി നമ്മൾ പരിഗണിക്കണം. കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത വീഡിയോയിൽ ഫിലിപ്പ് അമ്പാട് പറഞ്ഞ ആ ഒരു വോയിസ് നോട്ടും മറ്റു കാര്യങ്ങളുമെല്ലാം ഫിലിപ്പ് അമ്പാടിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് തന്നെയാണ്. ഇപ്പോഴും ഫിലിപ്പ് അമ്പാട് പ്രതിയാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല. സ്വന്തം ഭാര്യയായാലും മക്കളായാലും അവർക്ക് സ്വന്തം ഭർത്താവ് എപ്പോഴും വിലപ്പെട്ടത് തന്നെയാണ്. ഭർത്താവ് തെറ്റ് ചെയ്യുമെന്ന് ഒരിക്കലും അവരാരും വിശ്വസിക്കില്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ക്ഷമിച്ച് പുറത്ത് കൊണ്ടു നടക്കുന്നതാണ് നമ്മുടെയൊക്കെ ഭാര്യമാരും നമ്മുടെയൊക്കെ ഭർത്താക്കന്മാരും ഇല്ല, അല്ലെ? അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അവരുടെ വിഷമങ്ങളും മറ്റു കാര്യങ്ങളും നമ്മൾ കാണണം. അത് ആ വിഷമം കൊണ്ടാണ് അവരങ്ങനെ പറയുന്നതെന്ന് കരുതാം. ഫിലിപ്പ് അമ്പാടിന്റെ ക്ലാസ്സുകളിൽ, അദ്ദേഹത്തിന്റെ പല വിഭാഗം നടക്കുന്ന ക്ലാസ്സുകളിൽ അദ്ദേഹത്തിന്റെ കൂടെ ഉള്ള ചില കുട്ടികളെയൊക്കെ പലയിടത്തും കൊണ്ടുപോയിട്ടുള്ളത് കൊണ്ട് ആ ക്ലാസ്സുകളിൽ പരിചയപ്പെടുത്തി എന്റെ മകളാണ്, തന്റെ മകനാണ് എന്നൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ചില ക്ലാസ്സുകളിലൊക്കെ പോകുമ്പോൾ ഒരു ക്ലാസ്സിൽ ചെന്നപ്പോൾ ഇതെന്റെ മകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടിയുടെ മനോഹരമായ കൈയക്ഷരമൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുന്നത് ഞാനും കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു കുട്ടിയാണോ ഇത് എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് വളരെ വിശദമായി അന്വേഷിക്കേണ്ട കേസാണ്. പിന്നെ പോലീസ് സേനയിലായിരുന്നു അദ്ദേഹം പണിയെടുത്തിരുന്നത്. പോലീസ് സേനയിലാവുമ്പോൾ പോലീസിന്റെ ഉള്ളിൽ തന്നെ ചില കുത്തിത്തിരിപ്പുകാരും ചില എന്താ പറയാ എതിർപ്പുള്ളവരൊക്കെ ഉണ്ടാകും. പിന്നെ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത് ലഹരി വിരുദ്ധ ക്ലാസ്സുകളും മറ്റു കാര്യങ്ങളും ഒക്കെയാണ്. അതുകൊണ്ട് അതിലും ശത്രുക്കൾ ഉണ്ടാകാം.
ഇനി അതല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാം, അതല്ലെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഫാൾസ് മെമ്മറി സിൻഡ്രോം ഉണ്ടാകാം, അതുപോലെ ഏതെങ്കിലും വിധത്തിൽ വന്ന പരാതിയുമാകാം, അതല്ലെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഫിലിപ്പ് മമ്പാടിനെ തെറ്റുപറ്റിയതുമാകാം. ഏതായാലും കോടതി അത് തീരുമാനിക്കുന്നതിന് മുമ്പ് ഫിലിപ്പ് മമ്പാടിനെ ബാക്കിയുള്ളവർ ശിക്ഷിക്കണം എന്നുള്ള നിലപാടിനോട് എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല. ഫിലിപ്പ് മമ്പാടിനെ കോടതി ശിക്ഷിക്കട്ടെ. ഒരുപാട് സത്യങ്ങളും ഒരുപാട് കാര്യങ്ങളും പുറത്തു വരാനുണ്ട്. ഇത്തരത്തിൽ എന്റെ അനുഭവങ്ങളും ചില കാര്യങ്ങളും ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചു. ഇതുപോലെ പല അനുഭവങ്ങളും പലതും പലർക്കും പറയാനുണ്ടാവും, പല കാര്യങ്ങളുണ്ടാവും. പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കിക്കൊണ്ട് അതാണ് ഇന്നത്തെ ഫിലിപ്പ് മമ്പാട് എന്ന് പറയാൻ എനിക്ക് സാധിക്കില്ല. കാരണം 2020 ഞാൻ ഫിലിപ്പ് മമ്പാടിനെ കാണുന്നത്. അന്ന് ഫിലിപ്പ് മമ്പാട് ഏകദേശം ഏതാണ്ട് 1 മണിക്കൂറിലധികം ഞാനുമായി സംസാരിച്ചിരുന്നു. കൊറോണയുടെ കാലമാണ്. ആ സംസാരിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തിന് കുറച്ച് മാനസിക പ്രയാസങ്ങളും മറ്റും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലയെക്കുറിച്ച് എന്റെ ചില സംശയങ്ങൾ, ഇന്ന് പറഞ്ഞു കേട്ടിട്ടുള്ള ചില സംശയങ്ങൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു. അന്ന് അദ്ദേഹം അത് നിഷേധിച്ചില്ല. സത്യമാണ് നിങ്ങൾ കേട്ടത്, പക്ഷെ അത് എന്റെ പഴയ കാലമാണ്, ഇപ്പോൾ ഞാൻ അങ്ങനെയല്ല, അതിൽ നിന്ന് മോചിതനായി അത് വേണ്ട എന്ന് വെച്ച് ഒരു പുതിയ ജീവിതത്തിലേക്ക് വന്നതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിലൊരു മാർഗം തിരഞ്ഞെടുത്തതെന്ന് എന്നോട് പറയാനുണ്ടായി. അത് ഞാൻ ഒരു അന്വേഷണം നടത്തിയിരുന്നു. കാര്യം ഒരുപക്ഷെ നാളെ അവർ തമ്മിലുള്ള അന്ന് ചെറിയൊരു പിണക്കമൊക്കെ ഉണ്ടായിരുന്നു അവർ തമ്മിൽ. ആ പിണക്കമൊക്കെ തീർക്കാൻ ഒരുപക്ഷെ എന്റെ സഹായം തേടുമെന്നുണ്ടെങ്കിൽ, അതിലൊരു പക്ഷേ ഈ കാര്യങ്ങളൊക്കെ പൊന്തി വരുമെന്നുണ്ടെങ്കിൽ എനിക്ക് ഉപകരിക്കുമെന്ന് കരുതിയിട്ട് ഒരു പൊതു ഇടങ്ങളിൽ വിഹരിക്കുന്ന ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തെ കുറിച്ച് ഞാൻ അന്വേഷിച്ചിരുന്നു. പക്ഷേ എന്റെ ഒരു സഹായമൊന്നും അദ്ദേഹത്തിന് ആവശ്യം വന്നില്ല. അവർ തമ്മിലുള്ള എല്ലാ സൗന്ദര്യ പിണക്കങ്ങളും ഒക്കെ അവസാനിപ്പിച്ചുകൊണ്ട് പിന്നീട് ഒരുമിച്ച് ജീവിക്കുന്നു എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. പിന്നെ പോക്സോ കേസ് എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിയില്ല. അത് ഇപ്പോഴും പറയാൻ വയ്യ. ആ കേസ് ഒരു വല്ലാത്തൊരു കീറാമുട്ടിയാണ്. അങ്ങനെ ഒരു കീറാമുട്ടിയിൽ ചെന്ന് ചാടിയതാണോ അല്ലെങ്കിൽ ഫിലിപ്പ് മമ്പാട് ചെയ്തതാണോ എന്നതിനെ കുറിച്ച് അറിയില്ല. അതല്ലെങ്കിൽ ആരെങ്കിലും ചതിച്ചതാണോ എന്നറിയില്ല. ഏതായാലും ഫിലിപ്പിന് ഒരു സ്വഭാവമുണ്ട്. അദ്ദേഹത്തിന് കുട്ടികളെ ഇങ്ങനെ ഏറ്റെടുത്തുകൊണ്ട് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഹെൽപ്പറുടെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അവനവന് വേണ്ടിയിട്ട് അരിയിടിക്കില്ല, ആരാന് വേണ്ടിയിട്ട് ഇരുമ്പിടിക്കുമെന്നൊരു സ്വഭാവമുണ്ട്. അത്തരത്തിലുള്ള സ്വഭാവമുള്ളവർ ഇത്തരത്തിലുള്ള കുരുക്കുകളിൽ ചെന്ന് ചാടാറുമുണ്ട്. അപ്പോൾ അത്തരത്തിൽ വന്ന് ചാടിയതാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഇന്ന് കൂടുതൽ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയതിൽ നിന്ന്, കുറച്ച് കാര്യങ്ങളൂടെ ഞാൻ അറിഞ്ഞതിൽ നിന്ന് ഞാൻ നിങ്ങളോട് സംസാരിച്ചതാണ്. ഇങ്ങനെയൊക്കെ എനിക്ക് പറയാൻ പറ്റൂ. ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക. ഇരയുടെ പേരോ അല്ലെങ്കിൽ ഇരയുടെ കുറിച്ചുള്ള സ്ഥലമോ മറ്റു കാര്യങ്ങളോ ഒന്നും ഞാൻ വെളിപ്പെടുത്തിയിട്ടില്ല. എനിക്ക് അവരെ അറിയുകയുമില്ല. പിന്നെ ഇത്തരത്തിൽ എന്റെ ചില അനുഭവങ്ങളും മറ്റു കാര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ വച്ചു എന്നേ ഉള്ളൂ. Different angles. Don't forget to subscribe and support this channel.